വെട്ടിക്കോട് ടിപ്പർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചു. വള്ളിക്കുന്ന് സ്വദേശി ലീലയാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി. രഘു, ഈ അശാസ്ത്രീയ റോഡ് നിർമ്മാണം, അമിത വേഗത, അതേക്കുറിച്ചൊക്കെ നമ്മളിന്ന് വളരെ ഗൗരവമുള്ള പരമ്പര ചെയ്യുകയും അത് ഗൗരവത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിനിടയിൽ സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ ആലപ്പുഴയിലെ അപകടം എപ്പോഴായിരുന്നു? ആശുപത്രിയിൽ ഉള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മൾ പരമ്പരയിൽ ആലപ്പുഴയിലെ ദേശീയപാതയിൽ ഉണ്ടാകുന്ന വാഹനാപകടങ്ങളെ കുറിച്ച് വാർത്ത നൽകിയിരുന്നു. ഈ KP റോഡും സമാനമായ രീതിയിൽ കായംകുളം പുനലൂർ റോഡാണ്. കായംകുളത്ത് നിന്ന് പുനലൂർ അവസാനിക്കുന്ന അത്യാവശ്യം വലിയ സ്റ്റേറ്റ് ഹൈവേ ആണത്. അവിടെയും വാഹനാപകടങ്ങൾ പതിവാണ്. പ്രത്യേകിച്ച് ടിപ്പർ ലോറി ഉണ്ടാകുന്ന അപകടങ്ങളാണ് അവിടെ കൂടുതൽ. കാരണം കിഴക്കൻ മേഖലയിൽ നിന്ന് മണ്ണും ഒപ്പം തന്നെ പാറയും ഒക്കെ ആയിട്ട് വേഗതയിൽ ആലപ്പുഴ കായംകുളം ഭാഗത്തേക്കൊക്കെ നിരന്തരം ലോറികൾ വരുന്ന റോഡാണ് KP റോഡ്. വളരെ വീതിയുള്ള റോഡായതുകൊണ്ട് പലപ്പോഴും അവിടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് സഞ്ചരിക്കാറുള്ളത്. ടിപ്പർ ലോറി ഇടിച്ച് മാസത്തിൽ ഒരു അപകടമെങ്കിലും ആ റോഡിൽ ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് രാവിലെയാണ് വെട്ടിക്കോടിന് സമീപം അപകടമുണ്ടായത്. ഓട്ടോയിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബം ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് സാക്ഷികൾ പറഞ്ഞത്. ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന ലീലയാണ് അപകടത്തിൽ മരിച്ചത്. ഇവരുടെ സഹോദരി, മരുമകൾ, ഒപ്പം തന്നെ ഓട്ടോ ഡ്രൈവർ എന്നീ 3 പേർക്കാണ് പരിക്കേറ്റത്. ഇവർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്.